ഹലോ, ഞാൻ പിന്നെയും വന്നു കേട്ടോ. ഞാനിന്നേ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ അതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് ഞാനിന്ന് മേൽ എഴുതാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഈ വീഡിയോ എടുത്തിട്ട് ഇതൊന്ന് പ്രയോഗിച്ച് നോക്കിയിട്ട് മേൽ എഴുതാൻ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ കിട്ടിയത് ഇന്നലെയാണ് ഇത് സംഭവം വന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യുന്ന ട്രിമ്മറില്ലേ, മുന്നേ ഒരെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അത് കേട് വന്നു. അപ്പോൾ ഞാൻ പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്. ഇത് നമ്മൾ കറണ്ടിൽ കുത്തി ചാർജ് ചെയ്യുന്ന കേട്ടോ, ഇലക്ട്രിക്കിൻ്റെ ചാർജബിളാണ്. അങ്ങനെ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഇതിനകത്ത് ഞാൻ പറഞ്ഞ സാധനം തന്നെയാണോ വന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം, എന്നിട്ട് വേണം ബാക്കിയൊക്കെ തീരുമാനിക്കാൻ. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈശ്വര, തുറക്കാനാണ് പാട്. ഇവിടെ കട്ട് ചെയ്യാം നമുക്ക്. അയ്യപ്പാ, എന്തെങ്കിലും കാരണവശാൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നാൽ ഈ സംഭവം ഒന്നും പോകാൻ പാടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് കട്ട് ചെയ്യാതെ, അല്ല അത് കേട് വരുത്താതെ വേണം നമുക്ക് തുറക്കാൻ. അങ്ങനെ ഇതേ നമ്മുടെ സംഭവം ഞാൻ പുറത്തെടുത്തു. ഇങ്ങനെ കീറേണ്ടി വന്നു, അത്രയും ഇതായിരുന്നു. എന്താ അത് വായിക്കാം? ബിഫോർ ഫേഷ്യൽ ഹെയർ റിമൂവർ. പെട്ടിയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്കിതിനകത്തുള്ള സംഭവം ഒന്ന് നോക്കാം. ഇത് ബ്രഷ്, അത് ചാർജ് ചെയ്യുന്ന സംഭവം. ഇതതിൻ്റെ ബുക്ക്ലെറ്റ്. ഇവിടെയാണ് ഇത്. എത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു സംഭവം. ഇത് ഞാൻ 280 സംതിങ് ആണ് കൊടുത്തത്. 300 രൂപ തയ്ച്ചില്ല. പിന്നെ അവരുടെ എന്തോ ഒരു ചാർജ്, ഇത് സ്റ്റോർ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 രൂപ എക്സ്ട്രാ അതുണ്ട്. അങ്ങനെ ഇവിടെയാണ് ചാർജ് കുത്താനുള്ള സംഭവം. ഇത് നമ്മൾ ഫോണിൻ്റെ ആ ചാർജറല്ലേ, അതിൽ ഇത് കുത്തിയാൽ മതി. എന്നിട്ട് പ്ലഗിൽ കുത്തുക, എന്നിട്ട് ഇതിലേക്ക് കുത്തുക, എന്നിട്ട് ചാർജറിടുക. ഞാൻ സൗണ്ട് കേട്ടോ. ഇത് വെച്ച് ഞാനൊരു അലക്കും ഗൈസ്. എത്ര ദിവസം ഓടുന്നറിയില്ല കേട്ടോ. ഇതൊക്കെ വളരെ കുറച്ച് ദിവസം മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ വയ്ക്കുന്നത്, അത് എൻ്റെ ഫോണിൻ്റെ ചാർജർ കേട്ടോ.
ഇത് നൂരാ. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ ചാർജർ ഉണ്ടല്ലോ, വയറ്, ചാർജ് ചെയ്യാനുള്ള വയറ്, അതിൻ്റെ ഇതിൽ കൊള്ളുമോ നോക്കട്ടെ. കാണുമ്പോൾ എന്തൊരു സംശയം. കൊള്ളും. ഇതിങ്ങനെ കുത്താം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം നമ്മുടെ ഈ ഡ്രിമ്മറിൻ്റെ അടിയിൽ ഇത് കുത്താനുള്ള പ്രൊവിഷൻ ഉണ്ട്. അവിടെ നമുക്കിതിൽ കുത്തി കൊടുക്കാം. ഇരുന്നു. അത്യാവശ്യം ടൈറ്റ് ഉണ്ട് കേട്ടോ അത്. ഇനി നമ്മളിത് പ്ലഗിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാണ്. ഇങ്ങനെയാണിത് ചാർജ് ചെയ്യേണ്ടത്. ശരി, എൻ്റെ ഫോണിൻ്റെ ചാർജർ കൊണ്ട് പറ്റുമോ നോക്കിയിട്ടോ. അതായത് ഈ വയറേ അത് പറ്റില്ല. അത് കണ്ടോ, ഇത് രണ്ടും രണ്ട് സൈസാണ്. ഇത് കുറച്ചുകൂടെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഇത് കുത്താൻ പറ്റില്ല. അപ്പോൾ ഈ വയർ തന്നെയാണ്, ഈ കേബിൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇത്ര ലെങ്ത്തേ ഉള്ളൂ ഈ കേബിൾ. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്യുന്നൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.